yesterday toxicity, yes. Yes, very poor people. Want to clear that allegation? Give me a second. ഇന്നലെ നല്ല ടോക്സിസിറ്റി ആയിരുന്നു. Want to clear that all allegation against us. Medium issue already clear ചെയ്തു. But what about OC drag and toxicity? പിന്നെ ആ ഇനീഷ്യലിന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ ഇച്ചായ. ആൻഡ് ആസ് എ TGA വ്യൂവേഴ്സ് നമ്മുടെ സൈഡിൽ നിന്ന് ടോക്സിസിറ്റി കുറയ്ക്കണം. ഈവൻ ഇഫ് അവരാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പോലും നമ്മൾ അവന്മാരെ പോലെ അല്ലല്ലോ. സോ അപ്പൊ അതിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആക്ച്വലി ടോക്സിസിറ്റി കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ എന്ന് പറയുമ്പോ ഗൈസ് അറിയാലോ, ഇന്നലെ സിറ്റുവേഷൻ ആയി കഴിഞ്ഞ് 2 ഗാങ്ങിന്റെ അടുത്തും സമയം പറഞ്ഞ് കഴിഞ്ഞ സിറ്റുവേഷൻ ആണ്. ഏത് 9:40 എന്നുള്ളത്. അതിനുശേഷം അവര് ഗാങ് ഹൗസിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതായി, നമ്മൾ അവരെ ഗാങ് ഹൗസിന്റെ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞ് വാർച്ചായിട്ട് ഇട്ട് തുടങ്ങിയപ്പം ഈ ലൈക്ക് പറയുന്ന പോലെ പേരന്റൽ അബ്യൂസും നമ്മളെ അച്ഛന്റെ പേര് വെച്ചിട്ടുള്ള കളികളും പിന്നെ ഓസിയും ലൈക്ക് പോസ്കോ കേസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് മറ്റേ കുറെ സാധനങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് അങ്ങോട്ടും കാര്യങ്ങൾ വിളിക്കാൻ തുടങ്ങിയതും ലൈക്ക് ഫയലിന്റെ കാര്യങ്ങൾ പറഞ്ഞതും. അത് കഴിഞ്ഞിട്ട് അവന് ഫയലിന്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞ് VC വരാൻ പറഞ്ഞപ്പോൾ അവനെ ഡിസ്കോഡിൽ വന്ന് അവനെ ഇവിടുന്ന് മ്യൂട്ട് ചെയ്ത് തെറി വിളിച്ചതും അങ്ങനെ കുറെ കാര്യങ്ങളായതും. ഓക്കെ, അപ്പൊ അതിനെ പറ്റി പറയാനുള്ള വെച്ചാൽ നമ്മുടെ ബേസിൽ നിന്ന് ടോക്സിസിറ്റി കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം പെട്ടെന്ന് നിന്നിട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മൾ മാത്രമല്ലല്ലോ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ അപ്പുറത്തുനിന്ന് ഒരുത്തം വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ തിരിച്ചു വിളിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം ടോക്സിസിറ്റി കുറയ്ക്കാൻ. ഞാനും പറഞ്ഞില്ല, എനിക്കും ഈ ടോക്സിസിറ്റി കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ലൈക്ക് ടോക്സിസിറ്റി OC എല്ലാം എടുത്ത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് കുറയ്ക്കാം. നമുക്ക് അതിനൊരു മീറ്റിംഗ് വരെ വെച്ച് സംസാരിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് ടോക്സിസിറ്റി കുറയ്ക്കാന്നുള്ള രീതി പറയാം. അത്രയും നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്ന് വിളിക്കുമ്പം ചിലപ്പോ തിരിച്ചു വിളിച്ചു പോകുന്നതായിരിക്കാം. നമുക്ക് നമ്മുടെ സംഭവം സിറ്റുവേഷൻ അത് പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ചുമ്മാ തന്തയ്ക്കും തള്ളക്കും വിളിയായിട്ട് കഴിഞ്ഞാൽ ആരും മിണ്ടാണ്ടിരിക്കത്തില്ല വെറുതെ. അതിലാണ് സത്യം പറഞ്ഞാൽ പോണത്. മനസ്സിലായില്ലേ? അതാണ്, വേറെ ഒന്നും ഉണ്ടല്ല. അതിന് മാത്രമാണ്. വെറുതെ എന്തിനാണ് പുറത്തേക്കുന്ന അച്ഛനം എന്ന് പറയേണ്ട ആവശ്യം? പ്ലീസ് കട്ട് ദിസ് ആൻഡ് അപ്ലോഡ്. എന്താണ് ഇതിന്റെയൊക്കെ കട്ട് ഇറങ്ങിയത്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ത് കട്ടാണ് ഇതിന്റെയൊക്കെ ഇറങ്ങിയത്? മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഇറങ്ങിയത്? ഐ ഡിഡ്ന്റ് സീ ദാറ്റ്. മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. സോ somebody please എന്താ നമുക്കിതൊന്നും ഒന്നാമതെ കണ്ടിരിക്കാൻ സമയമില്ല. അച്ഛന്റെ പേരൊക്കെ വെച്ച് സിറ്റിയിലിട്ട് വന്നോണ്ടാണ് അത്രയും വഷളായത്. മനസ്സിലായില്ലേ? രവീണ്ണ ഒന്ന് VC വരുമോ? രവീണ്ണൻ ഹലോ, VC വരൂ. അച്ഛൻ വിളിക്കുന്നു. ഇപ്പൊ തീർപ്പായി തരാം ഗൈസ്. നിങ്ങള് KVയുടെ വാറിന്റെ എടാ റാമുന PO എടുത്ത് വെച്ചടാ. ആ വാറിന്റെ മീഡിയം എന്ന് പറയുന്നതിന്റെ പിന്നെ ഇവന്മാര് അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഒന്ന് ലൈവില് PO കാണിച്ച സാധനമാണ്. അഡ്മിൻ ഹോൾഡ് ഇടാത്തതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാലോ. അതെല്ലാ സിറ്റിയിലും അഡ്മിൻ ഹോൾഡ് ഇട്ടതിന് അപ്പൊ പോസോ. ഇതിവിടെ അത് ഹോൾഡ് ഇട്ടില്ല. അതിനിപ്പോ നമ്മളതിന് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അതർവൈസ് നിങ്ങൾ വീഡിയോ എന്ന് പറയുന്നതിനുള്ള PO കാണിച്ചു തരാം. വെയിറ്റ്. ഈ ഒരു നാട്ടുകാരല്ലേ നമ്മൾ ബോധിപ്പിക്കണ്ടേ ഇവിടെ ജീവിക്കണമെങ്കിൽ? എന്നെ കഷ്ടപ്പാടാത്. ഇതിപ്പോ നമ്മളൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതി കാണിച്ചിട്ടേക്കട്ടെ. എന്താണ് ഇത്? കുറെ ആൾക്കാര് തന്നെ പറയാനുള്ളൂ ഉമ്മ എന്ന് പറയുന്നത് KV ഇല്ലാന്ന്. ദെൻ വൈ
അവരെന്തിനാണ് ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആവേണ്ട ആവശ്യം? എന്ന് പറയുന്നത് KV അല്ലെങ്കിൽ KVയുടെ ഓഡിയൻസ് എന്തിനാണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം? അടി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് KVA, അടി തോറ്റ് കഴിഞ്ഞാൽ അത് KVA അല്ല. എന്നാ പറയാ പറയുന്നത്? അടിയായ അടിയായിട്ടില്ല, കൊണയായി. ഞാൻ സിറ്റി ഉണ്ടോ എവിടെയാ? നീ എവിടെ ഒന്ന് സ്ലോ മോഷൻ ഇട്ടെ. ഓക്കെ, VDM എന്ന് പറയുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് കാണുക. അതല്ല, ഈ ഫസ്റ്റ് ബിറ്റില് ആളിറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ബിറ്റിലെ ആള്. ഓക്കെ, ഇതാണ് ഇത് ഡ്രൈവറിന്റെ POV ആണ്, പ്ലെയർ POV ഇല്ല കേട്ടോ. ഇതാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന്റെ പ്രോപ്പർ POV. ഓക്കെ, ഫസ്റ്റ് ബിറ്റിൽ എല്ലാ വണ്ടിയും വരുന്നു, ഞാൻ ഫിറ്റ് ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്പീഡ് കുറച്ചേ അതിന്റെ 5 0.5. പ്ലേ ചെയ്തേ. ഓക്കെ, ഇപ്പോഴേ പ്ലേ ചെയ്തോ. ഓക്കെ, ഇത് കണ്ടല്ലോ. ഓക്കെ, ഇതിപ്പോ ഏതാണ്? ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് റീ എൻട്രി കിട്ടും. പക്ഷേ VDM എന്നുള്ള ബേസിൽ ഈ പ്ലെയറിനെ കിക്ക് ആക്കത്തില്ല. ഓക്കെ, ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഇന്റൻഷ്യൽ എല്ലാന്ന് പ്രൂവ് ഓൺ ചെയ്തതിനു ശേഷം ആ പ്ലേയേഴ്സിനെ റീ എൻട്രി തീർക്കും. പക്ഷെ ഇവിടെ ഹോൾഡ് വീണിട്ടില്ല. അത് നമ്മളെ മിസ്റ്റേക്ക് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവര് VDM ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അഡ്മിൻസ് വീഡിയോയുടെ ഹോൾഡ് ചെയ്തതിന് നമ്മളെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിപ്പോ അങ്ങനെ വന്നാൽ പ്ലേയേഴ്സിന് റീ എൻട്രി, ബിക്കോസ് അത് എന്ത് തരം VDM ആണെങ്കിലും പ്ലേയേഴ്സിന് റീ എൻട്രി. പക്ഷെ ഈ പ്ലെയറിനെ ഇന്റൻഷ്യൽ എന്ന രീതിയിൽ കിക്ക് ആക്കത്തില്ല. മനസ്സിലായില്ലേ? അതിപ്പോ ഏത് സിറ്റി കളിക്കുന്ന അഡ്മിന്റെ അടുത്ത് കൊണ്ട് കൊടുത്താൽ ഈ ചോദിച്ചാൽ ഈ സെയിം സാധനം തന്നെ അവർ പറയാൻ പോകുള്ളൂ. ഒന്നുകൂടെ ജസ്റ്റ് ബാക്ക് അടിച്ചേ, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചേ. ഇനി പ്ലേ ചെയ്തോ. ഓക്കെ, ഇത്രയും ഈ നിൽക്കുന്ന ഇത് സ്ലോ മോഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇത് ഫാസ്റ്റിൽ കയറി പോകുന്ന വണ്ടിയാണ്. അപ്പൊ ഇതുണ്ടോ, ഈ ഇടിക്കുന്ന സമയത്താണ് വണ്ടി നാളെ ഇറങ്ങുന്നത്. ഏത് സർവറിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഇടിക്കുന്ന സമയത്ത് വണ്ടി നാളെ ഇറങ്ങുന്നതിന് VDM എന്നുള്ള രീതിയിൽ കാണുന്ന ആളെ പോയിടിച്ചാലോ, അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞ ശേഷം പോയിടിച്ചാലേ അത് VDM ആയിട്ട് ഇന്റൻഷ്യലായിട്ട് കൂട്ടത്തുള്ളൂ. ഇതൊക്കെ എവിടെയാണ് VDM? ഇതൊക്കെ കാണുന്ന പോലെയാടിക്ക് പറയാം, എല്ലാം അറിയാം. പക്ഷെ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ ഡിഫറൻസ്. എല്ലാത്തിനും അറിയാം. ഇത് മറ്റേ ഇന്റൻസ് ആൾ വീണു, ഒക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്താലുള്ള ഇതിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് എവിടെ ഇടുകയും വേണ്ട, ഒരു മൈര്യം ചെയ്യണ്ട. മനസ്സിലായില്ലേ? ഇതൊക്കെ അവന്മാരുടെ ഓരോരോ